ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മുഴനെഞ്ചാണ് കേട്ടോ വാങ്ങിയേക്കണത്. 1 കിലോ മുഴനെഞ്ചും 1.5 കിലോ കപ്പയും. കപ്പ ബിരിയാണി നമുക്ക് ചിക്കനോ അതുപോലെ തന്നെ മുഴനെഞ്ചോ ബീഫോ ഇറച്ചിയില്ലേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഇനി മുഴനെഞ്ചിലേക്ക് ചെറിയുള്ളി, സബോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില, ഉപ്പ്, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇത്രയും ചേർത്ത് നല്ലോണം കുഴയ്ക്കുക. നമ്മൾ കൈ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്തേക്കണത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വേവാൻ വേണ്ടി ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ. മുഴനെഞ്ചായണ്ട എല്ലയ്ക്കൊന്ന് വേവാൻ വേണ്ടി ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നോളം വരെ ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 6-7 വിസിലൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിനാട്ടോ വെന്ത് കിട്ടിയേക്കണത്. അപ്പോൾ അതങ്ങനെ വെച്ച് ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കണം. തേങ്ങ കറിവേപ്പിലയും തേങ്ങയും മാത്രം മതി കേട്ടോ. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം വറുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതിരിക്കാനേ. കാരണം അത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കപ്പ ബിരിയാണിക്ക് നമുക്ക് എന്താ പറയുക, ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ തേങ്ങ ഈ പരുവായാൽ മതി കേട്ടോ. ഇനി നമുക്കിതെന്ത് ചെയ്യുക, വെള്ളമൊന്നും ചേർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ശരിക്കും അത് പൊടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരടി അടിച്ചെടുത്തു. നമുക്ക് അതിനു വേണ്ടിയുള്ള കപ്പ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ എന്ത് ചെയ്യുക, നല്ലോണം ചെറുതായിട്ട് കൊത്തി നുറുക്കി അത് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പ വേവിക്കുന്നത് കുക്കറിലാണെങ്കിൽ മാത്രമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കുന്നത്. ഇല്ല നമ്മൾ അല്ലാതെ വേറെ സാധാ പാത്രത്തിനകത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് ആദ്യം ഇടരുത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാൻ ഭയങ്കര താമസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കപ്പ മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് തിള വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കുക. ഇനി കപ്പയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കപ്പയായിട്ടുണ്ട്, എല്ലും നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം. ഇനി ഒരു പാത്രത്തിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. പെരിഞ്ചീരകം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പട്ടയും ഗ്രാമ്പും ബേ ലീഫും കൂടി ഇടുക. അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി എന്ത് ചെയ്യുക, അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ഇച്ചിരി ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ചുവന്നുള്ളിയും സബോളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ കപ്പ ബിരിയാണിക്കൊക്കെ എത്രമാത്രം കറിവേപ്പില ഇട്ടോ അത്രയും രുചി കിട്ടും കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കാശ്മീരി ചില്ലി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും മസാല കേട്ടോ ഞാൻ ഇട്ടത്. അത് എത്ര ഇടുന്നതെന്നുള്ളത് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം വഴറ്റുക. പച്ചമണമൊക്കെ നല്ലോണം മാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇടുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഓരോ പൊടി ഇട്ടതിന് ശേഷം ഞാൻ വഴറ്റിക്കൊണ്ടിരുന്നു. എനിക്കതാണ് കേട്ടോ ഇച്ചിരി കൂടി എളുപ്പമായിട്ട് തോന്നിയത്. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊടികളും കൂടി ഇട്ടിട്ട് എനിക്ക് മിക്സ് ചെയ്യുമ്പം ഒരു കറക്റ്റ് മൂപ്പ് കിട്ടിയിട്ടില്ല ആ പൊടീൻ്റെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഓരോ പൊടി ഇട്ട് മൂത്തതിന് ശേഷമാണ് അടുത്ത പൊടി ഇടാൻ ശ്രമിക്കാറ്.
പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ആ മുളനെഞ്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കി നമ്മൾ ഈ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് വേണമെങ്കിൽ. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് എന്ത് ചെയ്യുക, അത് കുറച്ച് നേരം വെക്കുമ്പോൾ അതിനകത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, അതാണ് കേട്ടോ പാകം. ആ പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ആ കപ്പ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ കപ്പയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇച്ചിരി കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാം. ആവി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് കേട്ടോ വാങ്ങുന്നത്. ഇനി ഇത് വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത്ര നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു കറക്റ്റ് രുചിയിൽ നമുക്കത് കിട്ടത്തുള്ളൂ. ആ കപ്പയും ബീഫും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സെറ്റ് ആവണമെങ്കിൽ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് അത്രയും ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും കപ്പ ബിരിയാണി വേണ്ടത്, ചിലർക്ക് ഇച്ചിരി ലൂസായിട്ടായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ലൂസായിട്ട് വേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി എന്ത് ചെയ്യുക, വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ. അരപ്പൊക്കെ ഇട്ട സമയത്ത് നമ്മൾ ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ലൂസിൽ കിട്ടിയേക്കണത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക് യു. ബൈ ബൈ.